ശബരിമലയിൽ കർക്കിടക മാസ പൂജകൾ പുരോഗമിക്കുകയാണ്. അയ്യപ്പ ദർശനത്തിനായി വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കർക്കിടക മാസ പൂജകൾക്കും ചടങ്ങുകൾക്കും ശേഷം നാളെ നട അടയ്ക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു ആര്യ, കാരണം വലിയ രീതിയിലുള്ള തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരടക്കം ഈ ഒരു സമയത്തും വലിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഈ മണ്ഡലകാല സമയത്തൊക്കെയാണ് മുമ്പ് കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തർ വരിക. ഇപ്പോൾ മാസപൂജകൾക്കും ഒക്കെയും ഈ ഭക്തർ വരുന്ന കാഴ്ച. അതേസമയം കൃത്യമായ രീതിയിലുള്ള സൗകര്യങ്ങൾ ഈ ബന്ധപ്പെട്ടവർ ഒരുക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം വരുന്ന ഭക്തർക്ക് മതിയായ കൃത്യമായ രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ ഇപ്പോഴും ദേവസ്വം ബോർഡിന് സാധിച്ചിട്ടില്ല എന്നുള്ള പരിഭവങ്ങളും പരാതികളും ഒരു ഭാഗത്തുണ്ട്. ഏതായാലും വിവരങ്ങൾ നൽകാൻ ഗോകുൽ രമേശ് ചേരുകയാണ് സന്നിധാനത്ത് നിന്നും. ഗോകുൽ, ഗുഡ് മോർണിംഗ്. വലിയ തിരക്ക് തന്നെയാണ് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതല്ലേ? കെ പി ഹരിശ്രീ, നമസ്തേ. അതായത് ശബരിമലയിൽ കർക്കിടക മാസ പൂജകൾ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നാളെ ഒരു ദിവസം കൂടി മാത്രമാണ് കർക്കിടക മാസ പൂജകൾ അവശേഷിക്കുന്നത്. ഈ മാസപൂജയിൽ എല്ലാ ദിവസവും വലിയ ഭക്തജനത്തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് ശബരിമല തീർത്ഥാടകർ അയ്യപ്പനെ കാണുന്നതിന് വേണ്ടി ഈ മാസപൂജ നാളുകളിൽ എന്തായാലും ശബരിമലയിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരുന്നത്. ഒപ്പം പ്രത്യേക പൂജകളൊക്കെ കണ്ടു തൊഴുവാനായിട്ടൊക്കെ വലിയ ഭക്തജനത്തിരക്ക് എല്ലാ ദിവസവും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കലശാഭിഷേകം, അതോടൊപ്പം തന്നെ പടിപൂജ അടക്കമുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ, ആ ചടങ്ങുകളൊക്കെ ആ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് കൂടുതൽ ഭക്തജനത്തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം മഴ ഉണ്ട്, മഴ മാറി മാറി പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ വലിയ ബുദ്ധിമുട്ടുകളൊന്നും തീർത്ഥാടകർ പറയുന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പ്രത്യേകിച്ച് മല കയറുന്ന സമയത്തൊന്നും തന്നെ കാര്യമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നില്ല. എങ്കിൽ പോലും ഈ നടപ്പന്തൽ മുതൽ ഇങ്ങോട്ട് ക്യൂ നിൽക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് ഇതര സംസ്ഥാന തീർത്ഥാടകരോടൊപ്പം തന്നെ മലയാളികളുടെ തീർത്ഥാടകരും കർക്കിടക മാസത്തിൽ കൂടുതലായിട്ട് ശബരീശ ദർശനത്തിനായിട്ട് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ആ തിരക്ക് വർദ്ധിക്കുവാനായിട്ട് കാരണമായിരിക്കുന്നത്. എന്തായാലും നാളത്തെ ഒരു ദിവസം കൂടിയാണ് കർക്കിടക മാസ പൂജകൾ അവശേഷിക്കുന്നത്. നാളെ രാത്രി 10 മണിയോടുകൂടി ഹരിവരാസനം പാടി നടയടയ്ക്കും. അതോടുകൂടി കർക്കിടക മാസ പൂജകൾക്ക് പരിസമാപ്തിയാകും. എന്തായാലും ഇനി വരാൻ പോകുന്നത് ചിങ്ങമാസ പൂജയാണ്. ചിങ്ങമാസത്തിലും സമാനമായി തന്നെ വലിയ ഭക്തജനത്തിരക്കുണ്ടാകും. അതോടൊപ്പം തന്നെ ശബരിമലയിൽ വൃശ്ചിക മാസത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വൃശ്ചിക മാസ പൂജകൾ പ്രത്യേകിച്ച് മണ്ഡല പകരവിളക്ക് കാലത്തിന് ഇനി ഏകദേശം 4 മാസത്തോളം മാത്രമാണ് അവശേഷിക്കുന്നത്. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ദേവസ്വത്തിൻ്റെ തലത്തിലും മറ്റ് വകുപ്പുകളുടെ നേതൃത്വത്തിലും ഒക്കെ തന്നെ ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാസം മുതൽ ശബരിമലയിൽ കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളും കൈക്കൊണ്ടിട്ടുണ്ട്. പോലീസ് കമാൻഡോകളടക്കം കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മേൽനോട്ടം വഹിക്കുമെന്നുള്ള കാര്യം ദേവസ്വം അധികൃതർ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഭക്തജനങ്ങൾ കൂടുന്നൊരു സാഹചര്യത്തിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ സൗകര്യങ്ങളും കൂടുതൽ സുരക്ഷയും ഒരുക്കുന്നതിൻ്റെ നടപടിക്രമങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ദേവസ്വം അധികൃതർ ഔദ്യോഗികമായിട്ട് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കർക്കിടക മാസ പൂജകൾ വളരെ ഭംഗിയായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലിപ്പോൾ നെയ്യഭിഷേകം ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ശ്രീകോവിലിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഉഷപൂജ ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. അതിനുശേഷം കലശാഭിഷേകം 11 മണിയോടുകൂടിയായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം ഉച്ചപൂജയോടുകൂടി നടയടയ്ക്കും. പിന്നീട് വൈകിട്ട് ദീപാരാധനയും പടിപൂജ അടക്കമുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളുണ്ട്. അത്താഴപൂജയോടുകൂടി ഇന്നത്തെ ചടങ്ങുകൾക്ക് കൂടി പരിസമാപ്തിയാകും. എന്തായാലും ആ ചടങ്ങുകളെല്ലാം കണ്ടു തൊഴുത് ആത്മനിർവൃത്തിയോടുകൂടി തന്നെയാണ് അയ്യപ്പ ഭക്തർ മലയിറങ്ങുന്നത്. എന്തായാലും കാലാവസ്ഥയും വളരെ അനുകൂലമായിട്ട് തന്നെ നിൽക്കുന്നൊരു സാഹചര്യം കൂടിയിട്ട് ഉണ്ട്. പ്രത്യേകിച്ച് മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചൂടിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് പകൽ സമയത്ത് ശബരിമല മാറുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്, നല്ല മഞ്ഞ് അടക്കമുണ്ട്. അതൊക്കെ തന്നെ വളരെ സുഗമമായിട്ട് ക്ഷീണമില്ലാതെ തീർത്ഥാടകർക്ക് ശബരിമലയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നു. ശബരീശ ദർശനം കണ്ട് മടങ്ങുവാനായിട്ടും സാധിക്കുന്നുണ്ട്. എന്തായാലും വളരെ ഭംഗിയായി തന്നെ ആ തീർത്ഥാടനം അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ഭക്തിസാന്ദ്രം സന്നിധാനം. ഗൂഗിൾ രമേശാണ് വിവരങ്ങൾ നൽകിയത്.